ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വിഭവങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ചതച്ച കോവയ്ക്ക മൊരിയിച്ചെടുത്തതും അതുപോലെ തന്നെ ചെമ്മീനും ചുരക്കയും കൂടെയുള്ള ഒരു തോരനും. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കോവയ്ക്ക ചതച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 10-25 കോവയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക എടുക്കുമ്പം ഒത്തിരി മൂക്കാത്തതും അതുപോലെ പഴുക്കാത്തതൊക്കെ ആയിട്ട് നോക്കിയെടുക്കുക. പഴുത്തത് ഉള്ളു ചുമന്നതൊക്കെ ആണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം മൂക്കാത്തത് നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ചതച്ച ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 8-10 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ കോവയ്ക്ക ചതയ്ക്കുന്നത് പോലെ തന്നെ ചതച്ചാണ് എടുക്കാൻ പോകുന്നത്. ഞാനിപ്പം ഈ കട്ടിംഗ് ബോർഡിന്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് കോവയ്ക്കയൊക്കെ ചതച്ചെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാനൊരു കല്ലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മറ്റേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന നമ്മുടെ ഒരു ഇടിക്കുന്ന ഒരു കല്ലുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതിനകത്തിട്ട് ചതയ്ക്കാം, അല്ലെങ്കിൽ അരകല്ലുണ്ടെങ്കിൽ അരകല്ലേ വെച്ച് ചതയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കോവയ്ക്ക ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെന്ന് പറഞ്ഞാൽ അത് വിട്ടു പോകരുത്. അതേസമയം നന്നായിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിട്ടണം. നന്നായിട്ട് ചതഞ്ഞിട്ട് ഫ്ലാറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ചതച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഈ കോവയ്ക്ക മുഴുവനും ചതച്ചെടുക്കട്ടെ. ഇപ്പം നമ്മുടെ കോവയ്ക്ക എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചെറിയുള്ളിയൊക്കെ കുറച്ച് അധികം ചേർക്കുകയാണെങ്കിൽ ലാസ്റ്റ് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല രുചി ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഇതിലേക്ക് സവാളയും കൂടെ ചേർക്കുന്നുണ്ട്, ചെറിയുള്ളി മാത്രമല്ല. പിന്നെ ഈ ഉള്ളിയും ചതയ്ക്കുമ്പോൾ നന്നായിട്ട് ചതയണം, പക്ഷെ അത് വിട്ടു പോകാൻ പാടില്ല. ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് പോന്നാലും കുഴപ്പമില്ല, പക്ഷെ അത് ഫുള്ളായിട്ട് ഇങ്ങനെ അരിഞ്ഞു പോകുന്ന പോലെ നമ്മൾ ചതയ്ക്കരുത്. അത് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ കിടക്കണം കേട്ടോ. ഇപ്പോൾ ഉള്ളിയും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ 2 തണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല കറിവേപ്പിലയുടെ മണമൊക്കെ ഈ ഒരു മിക്സിലേക്ക് പിടിച്ചോളും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ്. എരിവ് വേണമെന്നുള്ളവർ കാശ്മീരി ചില്ലിയും അതുപോലെ എരിവുള്ള മുളകും പകുതിയും പകുതിയും വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എരിവ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ കോവയ്ക്കയിലോട്ടും ചെറിയുള്ളിയിലോട്ടൊക്കെ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആയി വന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇങ്ങനെ അരമണിക്കൂർ വെക്കണം നിർബന്ധമില്ല, വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അരമണിക്കൂർ മൂടി വെച്ചേക്കാൻ പോവാണ്. അരമണിക്കൂർ എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ അരമണിക്കൂർ മൂടി വെക്കുക, അല്ലെങ്കിൽ ഉടനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര എണ്ണ പോരാ, തൽക്കാലം നമുക്ക് ഇത്ര ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. മുകളിൽ നിൽക്കാണ്ട് എണ്ണയിലോട്ട് തന്നെ കിടക്കുന്ന പോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. കാരണം ആദ്യം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് ശേഷമാണ് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടൊക്കെ മൊരിയിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ കോവയ്ക്ക ഇട്ട ശേഷം മൂടി വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് പണിയില്ലെങ്കിൽ പോലും അടുപ്പിൽ ഇത് കുറച്ചധികം നേരം വെച്ചാലാണ് നന്നായിട്ട് വെന്ത് അത് മൊരിഞ്ഞ് ഒക്കെ വരുള്ളൂ. അപ്പോൾ സമയമുള്ള ദിവസങ്ങളിലൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് മൂടി വെച്ചേക്കാൻ പോവാണ്. സിമ്മിലായിരുന്നു ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ. ഒരുപാട് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഇളക്കിയിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇതിങ്ങനെ അടുപ്പേ വെച്ചിട്ട് നമുക്ക് വേറെ പണിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിടാൻ വേണ്ടി ഓർത്താൽ മാത്രം മതി. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ. എന്നാലാണ് നന്നായിട്ട് അത് വെന്തൊക്കെ വരുള്ളൂ. കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ നൈസായിട്ട് അരിഞ്ഞേക്കുമല്ലോ, ചതച്ചെടുത്തേക്കുമല്ലേ. അപ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വേകണമെങ്കിൽ കുറച്ച് സമയം. ഇപ്പോൾ കോവയ്ക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെക്കുന്നില്ല. ഇനി ഇങ്ങനെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഓപ്പൺ പാനിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ എണ്ണ കുറച്ചധികം ഉണ്ടെങ്കിലാണ് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് മൊരിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ, നമ്മുടെ കോവയ്ക്ക ഒരു പകുതിയോളം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം ഈ കോവയ്ക്ക ലാസ്റ്റ് മൊരിഞ്ഞു വരുമ്പോഴേക്കും ഈ ഉള്ളിയും അതേ ഒരു പാകത്തിന് മൊരിഞ്ഞു വന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതിൽ എണ്ണ ഉണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് മിക്സായി വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കിയായിരുന്നേ. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിം ഇച്ചിരി ഒന്ന് കൂട്ടി വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് നമ്മുടെ കോവയ്ക്ക ചതച്ചത് മൊരിയിച്ചെടുത്തത് റെഡിയാവും. അത്രയും കൂടെ ഉള്ളു പണി. ദാ ഇപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിഡിലൻ സ്മെല്ലാണ്. ഞാൻ ചുമ്മാ പറയുമെന്നല്ല കേട്ടോ. നല്ല നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ചെറിയുള്ളിയും കോവയ്ക്കയൊക്കെ കൂടെ എണ്ണയ്ക്കകത്ത് കിടന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള സ്മെല്ല് അറിയാലോ. അപ്പം നല്ല കിഡിലനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറൊക്കെ തിന്നാൻ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഓൾറെഡി ഇത് വെച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഉടനെ തന്നെ ചോറെടുത്ത് ഇപ്പം തന്നെ കഴിക്കാം. അടുത്തത് ചെമ്മീൻ ചുരയ്ക്ക തോരനാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചുരക്കയാണ് എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി എടുത്തതിൻ്റെ ബാക്കി ഒരു കഷ്ണം കൂടി ഉണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് ബാക്കി ഈ മറ്റേ ചുരക്കയെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മീഡിയം സൈസിലുള്ള ഒരു ചുരക്ക എടുത്താൽ മതിയേ. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയും അതുപോലെ ഉള്ളിലൊരു സ്പോഞ്ച് പോലെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലുള്ള ആ സ്പോഞ്ച് പോലത്തെ ഒരു കുരുവിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്ലങ്ങ ഒക്കെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അരിയത്തില്ലേ ചെറുതായിട്ട്. അപ്പോൾ അതുപോലെ ചതുരത്തിൽ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. കുറച്ച് ചെറുതായിട്ട് അരിയുന്നതായിരിക്കും തോരന് ടേസ്റ്റ്. പിന്നെ ഞാൻ ഓൾറെഡി ഈ ചെമ്മീനും ചുരക്കയും കൂടെ കറി വെക്കുന്നത് എങ്ങനെയാന്ന് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കുറേ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ചെയ്യണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾ അത് പോയി നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിപ്പം സ്ഥിരമാണ് എൻ്റെ വീട്ടിൽ. കാരണം അതെല്ലാവർക്കും ഇഷ്ടമാണ്. ആ ചെമ്മീൻ്റെ ടേസ്റ്റും അതുപോലെ ചുരക്ക എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര ചോറ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റാണ് എല്ലാവർക്കും. അപ്പോൾ അതും കൂടെ നോക്കുക. ഞാനപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ട് അരിഞ്ഞെടുക്കട്ടെ. ഇപ്പം ഞാൻ ചുരയ്ക്കാൻ മുഴുവൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ചെമ്മീനാണ്. ഈ ഒരു മീഡിയം സൈസുള്ള ഒരു ചുരക്കയ്ക്ക് നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ 10 ചെമ്മീൻ എടുത്താൽ മതിയാവും. അപ്പോൾ അത് തന്നെ നല്ല ടേസ്റ്റ് കിട്ടും. ചെമ്മീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടിക്കോളും. 10 ചെമ്മീൻ എന്ന് പറയുന്നത് ഒരുപാട് വലുതല്ല, അതേസമയം തീരെ ചെറുതുമല്ല. അങ്ങനത്തെ ചെമ്മീനാണ്. അപ്പോൾ ഇതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നാലാണ് തോരനകത്തിരുമ്പോൾ എല്ലായിടത്തും എത്തുള്ളൂ. ഈ ചുരയ്ക്കാൻ നമ്മൾ ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെമ്മീനും കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇത് മുഴുവനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെമ്മീൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒതുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള ചെറിയുള്ളിയാണേ. അപ്പം അതിട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളകൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകരുത് കണ്ടോ, ഇതുപോലെ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചൂടായ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കിയൊക്കെ ഏകദേശം നമ്മൾ നോർമൽ തോരൻ വെക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, എല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഉണക്കമുളകും കൂടെ 2ആയിട്ട് മുറിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയും മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ ചുരയ്ക്ക ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചെമ്മീനും കുറച്ച് വേവൊക്കെ ഉണ്ട്. അപ്പം ചുരയ്ക്കയുടെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിലാണ് ചുരയ്ക്ക തോരൻ റെഡിയായി കഴിയുമ്പോഴേക്കും ഈ ചെമ്മീൻ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അതുകൊണ്ട് ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ, പച്ചമുളക്, ഉള്ളിയൊക്കെ കൂടെ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ പാത്രത്തിലാണ് ഈ തോരൻ വെക്കുന്നത്. അപ്പം വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്, താഴെയൊന്നും പോകത്തില്ല. അതിനുവേണ്ടി അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലൊന്നും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് മൊത്തത്തിൽ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്മിലാണ് ഇട്ടിരുന്നത് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം അടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
പിന്നെ ഇതിലൊട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ ചെമ്മീനകത്തുനിന്ന് ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കാണ്ടിരുന്നത്. ഇപ്പം ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. വേകാനുള്ള സമയമായിട്ടില്ല. ചുരക്കയും കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ വേകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചുരക്കയൊന്നും വെന്തിട്ടില്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇനി ചെമ്മീനകത്ത് നിന്ന് അധികം വെള്ളമൊന്നും ഇറങ്ങി വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. ഇപ്പം വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചുരക്കിയും ചെമ്മീനൊക്കെ വേകാനുള്ള ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ടിട്ട് വെന്തിട്ടുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. ചുരക്കയും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്. സോ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ 2 വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.